വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 12-ാം തീയതി. തിരുസഭയുടെ പാലകൻ. വിശുദ്ധ യൗസേപ്പിനെ തിരുസഭയുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നതിനും കാരണമുണ്ട്. തിരുസഭയുടെ ആരംഭം അതിൻ്റെ ആദ്യ പ്രതിരൂപമായ തിരുക്കുടുംബത്തിലാണല്ലോ. അദ്ദേഹം തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നു എന്ന കാരണത്താൽ തന്നെ സാർവത്രിക സഭയുടെയും സംരക്ഷകനുമാണ്. വന്യപിതാവ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെയും ദിവ്യശിശുവിനെയും സംരക്ഷിച്ചു പോന്നു. കൂടാതെ ഉണ്ണിമിശിഹായുടെ ജീവൻ അപകടത്തിലായിട്ടുള്ള സന്ദർഭങ്ങളിൽ പിതൃസഹജമായ വാത്സല്യ സ്നേഹാദരങ്ങളോടെ വിശുദ്ധ യൗസേപ്പ് ദിവ്യകുമാരനെ സംരക്ഷിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു. ഈശോമിശിഹായുടെ ജനനാവസരത്തിൽ ദിവ്യശിശുവിന് വേണ്ട എല്ലാ സംരക്ഷണവും ദരിദ്രനായ വിശുദ്ധ യൗസേപ്പ് തൻ്റെ കഴിവിൻ്റെ പരമാവധി നിർവഹിച്ചു. ഹെറോദസ് ദേവകുമാരൻ്റെ ജീവനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ വത്സല പിതാവ് എത്ര തീക്ഷ്ണതയോടും അവധാനത്തോടും കൂടിയാണ് ഈജിപ്തിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത്. മാർഗമധ്യേ പല അപകടങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ഈജിപ്തിലെ പ്രവാസകാലം അജ്ഞാതമായ സ്ഥലത്ത് അവിശ്വാസികളുടെ മധ്യത്തിലാണ് തിരുക്കുടുംബം ജീവിതം നയിക്കേണ്ടി വന്നത്. പ്രസ്തുത സന്ദർഭങ്ങളിലെല്ലാം വിശുദ്ധ യൗസേപ്പിൻ്റെ വിവേകപൂർണമായ അവധാനത ദിവ്യശിശുവിൻ്റെ ജീവിതം സുരക്ഷിതമാക്കി തീർത്തു. ഈജിപ്തിൽ നിന്നുള്ള പ്രത്യാഗമനത്തിന് പരമദുഷ്ടനായ അർക്കലാവോസ് ഹെറോദേസിൻ്റെ സ്ഥാനത്ത് ഭരണസാരഥ്യം വഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അസ്വസ്ഥചിത്തനായി. ദൈവദൂതൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം അദ്ദേഹം നസ്രത്തിൽ പോയി വസിക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതായ അവസരത്തിൽ വന്യപിതാവ് ദുഃഖത്തോടുകൂടി അന്വേഷിച്ചതായി പരിശുദ്ധ കന്യക തന്നെ പ്രസ്താവിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം. നസ്രസിലെ അജ്ഞാതവാസകാലത്തും വിശുദ്ധ യൗസേപ്പ് തിരുക്കുടുംബത്തിൻ്റെ എല്ലാവിധമായ സുരക്ഷിതത്വത്തിലും ദത്തശ്രദ്ധനായിരുന്നു എന്നനുമാനിക്കാം. വിശുദ്ധ യൗസേപ്പിൻ്റെ ഏതാദൃശമായ പൈതൃക പരിലാളന ഇന്ന് തിരുസഭയ്ക്കും ഉണ്ടായിരിക്കുന്നുവെന്ന് നിസ്തർക്കമത്രേ. അദ്ദേഹം തിരുക്കുടുംബത്തിന് നാഥനായിരുന്നതുപോലെ ഇന്ന് മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയുടെ സുരക്ഷിതത്വത്തിലും സുസ്ഥിതിയിലും പുരോഗമനത്തിലും ഉത്സുകരാണ്. തിരുസഭാ ചരിത്രത്തിൻ്റെ പക്ഷങ്ങൾ അതിനുള്ള തെളിവുകൾ നൽകുന്നുണ്ട്. 2-ാം വത്തിക്കാൻ സൂനഹദോസ് 23-ാം യോഹന്നാൻ മാർപ്പാപ്പ തിരുമേനി വിശുദ്ധ യൗസേപ്പിൻ്റെ സംരക്ഷണയ്ക്കാണ് സമർപ്പിച്ചത് എന്നുള്ള വസ്തുത പ്രത്യേകം പ്രസ്താവ്യമാണ്. സംഭവം 1750-ൽ ഫ്രാൻസിൽ ഒരു വലിയ യുദ്ധമുണ്ടായി. മെർസ് പട്ടണം ശത്രുക്കൾ വളഞ്ഞു. ഏറ്റവും അധികം കഷ്ടപ്പാടുണ്ടായത് മെർസ് പട്ടണത്തിലെ ഒരു കന്യകാലയത്തിനാണ്. പട്ടാളക്കാരെ പാർപ്പിക്കുവാൻ വേണ്ടി തങ്ങളുടെ മഠവും സ്തുത്യർഹമായ നിലയിൽ നടത്തിയിരുന്ന സ്കൂളും വിട്ടൊഴിയേണ്ടി വന്നു. സ്വന്തം വസതി വെടിഞ്ഞ അവർ പിന്നീട് താമസിച്ചത് നേരത്തെ പട്ടാളക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു ഗ്യാരേജിലാണ്. ഭക്ഷണമോ മറ്റു സൗകര്യങ്ങളോ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് നിമിത്തം സന്യാസ സഭ തന്നെ നിർത്തിക്കളയേണ്ട പരിസ്ഥിതി പോലും അവർക്കുണ്ടായി. എങ്കിലും ആവശ്യ അവസരങ്ങളിൽ ആർക്കും സഹായം അരുളുന്ന മാർ യൗസേപ്പിൻ്റെ സന്നിധിയിൽ അവർ കൂട്ടപ്രാർത്ഥന നടത്തി. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പ് അവരെ കാരുണ്യപൂർവ്വം കടാക്ഷിച്ചു. കന്യകമാർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് 31 മൈൽ അകലെയുള്ള യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള ഒരു ഇടവക പള്ളിയിലെ ജനങ്ങൾ ഈ കന്യാസ്ത്രീമാരുടെ കഷ്ടപ്പാടുകൾ അറിയുകയും പിരിവെടുത്ത് അവർക്കാവശ്യമായ എന്തു സഹായവും എത്തിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. യുദ്ധം കഴിഞ്ഞ് പടയാളികൾ മഠവും സ്കൂളും വിട്ടൊഴിയുന്നതുവരെ യൗസേപ്പ് പിതാവിൻ്റെ ഭക്തദാസികളായ ആ കന്യകമാർ കഴിഞ്ഞുകൂടിയത് ആ വിശുദ്ധ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഇടവകയിലെ ജനങ്ങളുടെ ഔദാര്യപൂർണമായ സംരക്ഷണയിലാണ്. ജപം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പെ, അങ്ങ് അനേകം അപകടങ്ങളിൽ നിന്നും ദിവ്യശിശുവിനെ സംരക്ഷിച്ചു. ഇന്ന് മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയ്ക്ക് അനേകം അപകടങ്ങളെയും ഭീഷണികളെയും
വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അവയെല്ലാം വിജയപൂർവ്വം തരണം ചെയ്യുവാനും ദൈവജനത്തെ സ്വർഗീയ ഭാഗ്യത്തിലേക്ക് സുരക്ഷിതരായി നയിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങ് ദിവ്യകുമാരനോട് അപേക്ഷിച്ച് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തലമേനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശുദ്ധ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാറിയ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാറിയ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.